എവരിവൺ, എല്ലാവർക്കും സൈലം SSC അറബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീ മെത്തേഡ് അല്ലെങ്കിൽ ഗോൾഡൻ റേഷ്യോ മെത്തേഡിന്റെ കുറച്ച് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വീഡിയോയിൽ നമ്മൾ ട്രീ മെത്തേഡും അതേപോലെ ഗോൾഡൻ റേഷ്യോ മെത്തേഡ് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ടോ മക്കളെ? ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും അത് കൂടാതെ ഈ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ചോദിച്ചിട്ടുള്ള ഡിഫറെന്റ് പ്രോബ്ലംസ് നമ്മുടെ ട്രീ മെത്തേഡും ഗോൾഡൻ റേഷ്യോ മെത്തേഡും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. ആ ഒരു മെത്തേഡും കൺസെപ്റ്റും ഒക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്ന പ്രോബ്ലം അല്ല ആദ്യം സോൾവ് ചെയ്യുന്നത്. ആദ്യം തന്നെ സിമ്പിൾ ബേസിക് ആയിട്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് എങ്ങനെയാണ് ട്രീ മെത്തേഡ് യൂസ് ചെയ്തിട്ടും അതേപോലെ ഗോൾഡൻ റേഷ്യോ മെത്തേഡിലും സോൾവ് ചെയ്യാന്നുള്ളത് ആദ്യം പറയാം. ദെൻ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹12,600 ഫോർ 2 years at 10% per annum compounded annually. 2 വർഷത്തേക്ക് 10% പലിശ നിരക്കിൽ 12,600 രൂപക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ട്രീ മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് ആദ്യം എന്ത് വേണം? അതിന്റെ മെയിൻ പാർട്ട് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അവിടെ മെയിൻ പാർട്ട് ആദ്യം എഴുതി 12,600 രൂപ. എന്നിട്ട് എന്ത് വേണം? ഇവിടെ എത്ര വർഷമാണ്? 2 years ആണ്. അപ്പൊ 2 years എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ബ്രാഞ്ചസ് വേണം അല്ലേ? 2 ബ്രാഞ്ചസ് വരച്ചു. എന്നിട്ട് ഈ 2 ബ്രാഞ്ചസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? 2 years ആണല്ലേ? ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം. ഇനി നോക്കിക്കേ, ഒന്നാമത്തെ വർഷം 12,600 രൂപക്ക് കിട്ടുന്ന പലിശ 10% പലിശ നിരക്കില് 12,600 രൂപക്ക് എത്രയാണ് നമുക്ക് പലിശ കിട്ടുക? അതായത് 12,600 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 1/10 അല്ലെങ്കിൽ 1,260 രൂപയാണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ വർഷത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആയിട്ടുള്ള 12,600 രൂപയുടെ 10% എത്രയാണ് മക്കളെ? 1,260 രൂപ വരും. അത് കൂടാതെ എന്തുണ്ട്? നമ്മുടെ ഒന്നാമത്തെ വർഷം നമുക്ക് ലഭിച്ചിട്ടുള്ള 1,260 രൂപയുടെ 10% അതെത്രയാണ് മക്കളെ? 126. അപ്പൊ ടോട്ടൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1,260 2 തവണ വരുന്നുണ്ട്. അപ്പൊ 1,260 ഇൻറ്റു 2 പ്ലസ് 126. That is equal to 2,520 plus 126. That is equal to 2,646 ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ ട്രീ മെത്തേഡിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഇനി ഇതേ പ്രോബ്ലത്തെ തന്നെയാണ് നമ്മുടെ ഗോൾഡൻ റേഷ്യോ മെത്തേഡിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഗോൾഡൻ റേഷ്യോ മെത്തേഡ് പ്രകാരം 2 വർഷത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു റേഷ്യോ എത്രയാണ്? 2:1 ആണ്. ഓക്കെ, അപ്പൊ ഈ 2ഉം 1ഉം എന്തിനാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്? 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പലിന്റെ പലിശ അല്ലെങ്കിൽ I1 നമുക്ക് എത്ര തവണ വരും? 2 തവണ വരും. ദെൻ പ്ലസ് നമുക്ക് I1ന്റെ പലിശ അല്ലെ, പ്രിൻസിപ്പലിന്റെ പലിശയുടെ പലിശ അല്ലെങ്കിൽ I1ന്റെ പലിശ നമ്മൾ കൊടുക്കുന്നത് I2 എത്ര തവണ വേണം? 1 ടൈം. സോ I1 എന്ന് പറഞ്ഞാൽ ഈ 12,600 രൂപയുടെ 10% 1,260 എത്ര തവണ വേണം? 2 തവണ. പ്ലസ് 1,260ന്റെ 10% എത്രയാണ്? 126 എത്ര തവണ വരും? 1 ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2,520 പ്ലസ് 126. ദാറ്റ് ഈസ് ഈക്വൽ ടു 2,646 ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ബേസിക് ക്വസ്റ്റ്യൻസിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ ഇതായിരുന്നു നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഇതായിരുന്നു നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. ഇതെന്താണ്? ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡയറക്റ്റ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പോലെ ഡയറക്റ്റ് എത്രയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 1,324 എന്ന് പറയുന്നത് ഏതോ ഒരു പ്രിൻസിപ്പിള് 3 വർഷത്തേക്ക് 10% പലിശ നിരക്കിൽ നമ്മൾ ലഭിച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ 1,324. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് കാണേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ 10% കൺസിഡർ ചെയ്യാം.
10%-നെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് ആക്കണം. ഓക്കെ, ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ 1/10 വന്നു. ഇനി നമുക്കറിയാം ട്രീ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിന് മെയിൻ പാർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ കാതലായിട്ടുള്ള ഭാഗം പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രിൻസിപ്പിൾ ഏറ്റവും മുകളിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ബാക്കി ട്രീ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പ്രിൻസിപ്പിൾ വേണം. ആ പ്രിൻസിപ്പിൾ കിട്ടേണ്ടത് ഈ ഫ്രാക്ഷനിലോട്ട് മാറ്റിയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഡിനോമിനേറ്റർ എടുക്കുക. ഡിനോമിനേറ്റർ എടുത്തു. എന്നിട്ട് ആ ഡിനോമിനേറ്ററിന് ഇവിടുത്തെ നമ്പർ ഓഫ് ഇയേഴ്സ് പവർ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ 3 ഇയേഴ്സ് ആണ്. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? പവർ 3 കൊടുത്തു. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രിൻസിപ്പിൾ ആയിട്ട് അസ്യൂം ചെയ്യുന്നത് കേട്ടോ മക്കളെ. അസ്യൂം ചെയ്യാണ് നമ്മൾ 1000 യൂണിറ്റ് ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് അസ്യൂം ചെയ്തു. ദെൻ ബാക്കി നമ്മൾ ട്രീ മെത്തേഡ് പോലെ ഇവിടെ 3 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? 3 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ബ്രാഞ്ചസ് നമുക്ക് വേണം. 3 ബ്രാഞ്ചസ് ഞാൻ വരച്ചു. ദെൻ എന്ത് ചെയ്യണം? ഓരോ ബ്രാഞ്ച് അല്ലെങ്കിൽ ഓരോ വർഷം കിട്ടുന്ന പലിശ. അപ്പൊ ഈ 1000 യൂണിറ്റിന് കിട്ടുന്ന പലിശ നമുക്ക് നോക്കാം. ഒന്നാമത്തെ വർഷം 1000-ന്റെ 10% 100. രണ്ടാമത്തെ വർഷം 1000-ന്റെ 10% 100, 100-ന്റെ 10% 10. മൂന്നാമത്തെ വർഷം 1000-ന്റെ 10% 100. ഒന്നാമത്തെ വർഷത്തെ 100-ന്റെ 10% 10. രണ്ടാമത്തെ വർഷത്തെ 100-ന്റെ 10% 10. രണ്ടാമത്തെ വർഷത്തെ 10-ന്റെ 10% 1. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 331 ആണെന്ന് കിട്ടും. ഇതിങ്ങനെ ട്രീ വരയ്ക്കണമെന്നില്ല. മനസ്സിലായോ? എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഗോൾഡൻ റേഷ്യോ എടുത്താൽ മതി അല്ലേ. ഗോൾഡൻ റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മെയിൻ ഇതിപ്പോൾ നമ്മൾ 1000 യൂണിറ്റ് ആണ് പ്രിൻസിപ്പിൾ എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് I1 × 3, I2 × 3 പിന്നെ I3 × 1 ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? 331 യൂണിറ്റ് ആണ് നമുക്ക് കിട്ടേണ്ട പലിശ എന്ന് കിട്ടും. ആ പലിശ എത്രയാണെന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്? 1324 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 331 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1324 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള 1000 യൂണിറ്റ് ആണ്. സോ 331 യൂണിറ്റ് 1324 ആണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾ ഈസ് ഈക്വൽ ടു 1000 യൂണിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1324 ഡിവൈഡഡ് ബൈ 331 ഇൻറ്റു 1000 ആയിരിക്കും. ഇനി നോക്കിക്കേ, 331 1324 എത്ര ടൈംസ് പോവും? 4 ടൈംസ് പോവും. സോ റിക്വയർഡ് ആൻസർ ഈസ് 4 × 1000, 4000. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പം ഈ ഒരു മെത്തേഡിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻട്രസ്റ്റ് തന്നിട്ട് നേരെ തിരിച്ച് സമ്മ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നോ? നോക്കിക്കേ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ സെക്കൻഡ് ഇയർ ഓൺ എ സർട്ടൻ സം ഓഫ് മണി കോമ്പൗണ്ടഡ് ആനുവലി അറ്റ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് 11/9% per annum is ₹70. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഏതോ ഒരു സർട്ടൻ മണിയുടെ സെക്കൻഡ് ഇയറിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല, രണ്ടാമത്തെ വർഷത്തെ മാത്രമുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 11/9% ആണ്. ആൻഡ് ആ രണ്ടാമത്തെ വർഷം മാത്രം കിട്ടിയിട്ടുള്ള ഒരു പലിശ എത്രയാണ്? 70 രൂപയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ട്രീ വരച്ചു നോക്കാം. ട്രീ വരയ്ക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 11/9% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ എന്താക്കി മാറ്റണം? ഫ്രാക്ഷനിലോട്ട് കൊണ്ടുവരണം. നിങ്ങൾ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ അറിയുന്നവരാണെന്നറിയാം. 11/9% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഫ്രാക്ഷനിൽ 1/9 ആണ്. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എത്രയാണ്? 9 ആണ്. അതിന് എത്രയാണ് പവർ കൊടുക്കേണ്ടത്? പവർ കൊടുക്കേണ്ടത് നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്കൻഡ് ഇയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് 2 വർഷം വേണം. അപ്പം ഞാനിവിടെ പവർ 2 കൊടുത്തു. അതായത് നമ്മുടെ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് 9² അല്ലെങ്കിൽ 81 യൂണിറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? 2 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ബ്രാഞ്ചസ് വേണം. അതിൽ ഒന്നാമത്തെ ബ്രാഞ്ചിൽ 81-ന്റെ 1/9, 11/9% എന്ന് പറഞ്ഞാൽ 1/9 ആണ്. 81 × 1/9 അല്ലെങ്കിൽ 81-ന്റെ 1/9 ഫ്രാക്ഷൻ എത്രയാണ്? 9 ആണ്. രണ്ടാമത്തെ വർഷത്തേക്ക് വരുമ്പം 81-ന്റെ 1/9 9 വന്നു. പിന്നീട് നമുക്ക് ആദ്യത്തെ വർഷം കിട്ടിയ 9 യൂണിറ്റിന്റെ 1/9 എത്രയാണ്? 1 ആണ്. ടോട്ടൽ എന്ത് വന്നു? ടോട്ടൽ ഇവിടെ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ വർഷം നമുക്ക് എന്ത് വന്നു? 9 യൂണിറ്റ് പലിശ കിട്ടി. രണ്ടാമത്തെ വർഷം നമുക്ക് 9 + 1
10 യൂണിറ്റ് പലിശ കിട്ടി. അതായത് രണ്ടാമത്തെ വർഷം മാത്രം കിട്ടിയിട്ടുള്ള നമ്മുടെ പലിശ എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് ആണ്. 10 യൂണിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? 70 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചത്? നമ്മളോട് ചോദിച്ചത് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ 81 യൂണിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. സോ 81 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 10 യൂണിറ്റ് 70 ആണെങ്കിൽ 81 യൂണിറ്റ് 70/10 ഇൻറ്റു 81 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 567 ആൻസർ കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ മക്കളെ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഓരോ പ്രോബ്ലംസും ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്തു പോവാതെ ആദ്യം തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സ്വയം ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഞാൻ ചെയ്തത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് റെഫർ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. The interest on rupees 24,000 in 2 years compounded annually when the rates are 8% per annum and 10% per annum for 2 successive years. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനാണ്. ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 വർഷവും 2 പലിശ നിരക്കാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ട്രീ വരയ്ക്കുന്ന സമയത്ത് മെയിൻ പാർട്ട് നമ്മുടെ പ്രിൻസിപ്പൾ 24,000 കൊടുത്തു. ഓക്കെ, അപ്പോൾ 2 വർഷത്തേക്ക് 2 ബ്രാഞ്ചസ് ഞാൻ വരച്ചു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ വർഷം വരുന്ന പലിശ നിരക്ക് 8% ആണ്. രണ്ടാമത്തെ വർഷം വരുന്ന പലിശ നിരക്ക് 10% അതവിടെ എഴുതി കൊടുക്കാം. ഇനി നോക്കുമ്പോൾ ഒന്നാമത്തെ വർഷം മാത്രം നോക്കുമ്പം 24,000 നമുക്ക് കിട്ടുന്നത് 24,000 8% പലിശ നിരക്കിൽ എത്ര വരും? 24,000 8% എന്ന് പറഞ്ഞാൽ 24 × 8 160 + 32 1920 നമുക്ക് പലിശ കിട്ടി. ഓക്കെ അല്ലേ? 20 അല്ലേ, ഇവിടെ 24,000. ഓക്കെ, യെസ്, 1920 കിട്ടി. ദെൻ അടുത്ത് നോക്കിക്കേ, രണ്ടാമത്തെ വർഷത്തേക്ക് വരുന്ന സമയത്ത് 10% പലിശ നിരക്ക്. അപ്പം 10% എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കുമ്പം ആദ്യം പ്രിൻസിപ്പിളിന്റെ പലിശ എത്ര വെച്ച് നോക്കണം? 10% വെച്ചിട്ട്. അപ്പം 24,000ന്റെ 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2,400 വന്ന്. ഓക്കെ അല്ലേ? ഇനി എന്താ നമ്മൾ നോക്കേണ്ടത്? ഇനി നോക്കേണ്ടത് ഒന്നാമത്തെ വർഷം കിട്ടിയ പലിശയുടെ പലിശ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ വർഷം കിട്ടിയ പലിശയുടെ 10% അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം രണ്ടാമത്തെ വർഷത്തിലോട്ട് എത്തിയപ്പോൾ എന്തായിട്ട് മാറി? പലിശ നിരക്കിൽ മാറ്റം വന്നിട്ടുണ്ട്. 8% എന്നത് 10% മാറിയിട്ടുണ്ട്. അപ്പോൾ 1920ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് മാറി മക്കളെ? 192 മാറി. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ടോട്ടൽ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കാണാൻ വേണ്ടി ഈ 3 വാല്യൂം കൂടെ ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂണിറ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. കാരണം ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷനിലെല്ലാം ഓപ്ഷനിൽ യൂണിറ്റ് ഡിജിറ്റ് ഡിഫറെൻ്റ് ആണ് അല്ലേ? എല്ലാം 4 2 0 6 ഇപ്പം യൂണിറ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 0 + 0 0 + 2 ആണ് വരുന്നത്. അപ്പോൾ 2 വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ₹4,512 ആണ്. വേണമെങ്കിൽ ഇത് 3 കൂടെ നിങ്ങൾ കൂട്ടി നോക്കുക. ആൻസർ എന്ത് വരും? 4,512 രൂപയാണ് നമുക്ക് അവിടെ വേണ്ട കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഇൻ 2.5 years at 10% per annum interest compounded yearly is ₹1,623. സം ഈസ്. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ട് പ്രിൻസിപ്പിൾ കാണാനാണ്. പിന്നെ ഇവിടെ ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റഡ് തന്നിട്ടുള്ളത് 2.5 years ആണ്. 2 വർഷം 3 വർഷം എന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു റൗണ്ടഡ് ഫിഗർ പഠിച്ചിട്ട് ഇവിടെ എന്താണ്? 2.5 വർഷത്തിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ 2.5 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ 3 ടേം ആയിട്ട് കണക്കാക്കണം കേട്ടോ. 2.5 എന്ന് പറഞ്ഞാൽ 2 ടേം ആയിട്ട് എടുക്കരുത്, 3 ടേം ആയിട്ട്. കാരണം 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹാഫ് ഇയറിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ നേരത്തെ ഫസ്റ്റ് നമ്മൾ ചെയ്തതുപോലെ ആദ്യം എന്ത് ചെയ്യണം? 10% ഫ്രാക്ഷനിലേക്ക് ആക്കണം, 1/10. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 10 ആണ്. അതിന് നമ്മൾ എന്ത് കൊടുക്കണം? നമ്പർ ഓഫ് ഇയേഴ്സ് പവർ കൊടുക്കണം. ഞാൻ പറഞ്ഞു 2.5 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? 3 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് പ്രിൻസിപ്പിൾ 10:3 അല്ലെങ്കിൽ 1000 യൂണിറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ദെൻ നമ്മൾ 3 ഇത് കൊടുത്തു. 3 ബ്രാഞ്ച് കൊടുക്കുമ്പം ഇവിടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഇത് ഹാഫ് ഇയറിലാണ്. ഓക്കെ, ഹാഫ് ഇയർ ആണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നോക്കിക്കേ, ഇതിൽ ആദ്യത്തെ വർഷം നമുക്ക് 1000ന്റെ 10% 100. രണ്ടാമത്തെ വർഷം ഇവിടെ ഒരു 100, ഇവിടെ ഒരു 10. മൂന്നാമത്തെ വർഷത്തിലോട്ട് വരുമ്പോൾ അരയാണല്ലേ, ഹാഫ് ഇയർ ആണ്. ഒരു വർഷത്തേക്കുള്ള ഫുൾ ഉള്ളത് കിട്ടില്ല. അപ്പം 1000ന്റെ 10%ന്റെ പകുതി എടുക്കണം.
ക്ലിയർ ആണോ? അതായത് 100ന്റെ പകുതി എന്ത് വന്നു? 50 വന്നു. ഇനി ഒന്നാമത്തെ വർഷത്തെ പലിശ 10 ആണ്, പക്ഷെ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ എന്താവും? 5 വന്നു. ഓക്കെ. ഇനി രണ്ടാമത്തെ വർഷത്തിൽ ഇവിടെ നമുക്കൊരു 100 ഉണ്ട്, അതിൻ്റെ 10% 10 ആണ്, പക്ഷെ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ എന്ത് വന്നു? 5 വന്നു. ഇനി നോക്കിക്കേ, രണ്ടാമത്തെ വർഷത്തിൽ ഒരു 10 ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1 ആണ്, അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 1/2 അല്ലെങ്കിൽ 0.5 വന്നു. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിക്കേ, 100 + 100 200, 200 + 250 70, 270.5 യൂണിറ്റ് ആണ് പലിശ എന്ന് കിട്ടും. അത് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കൊടുക്കാൻ പറ്റും? 1623. നമ്മളോട് ചോദിച്ചത് പ്രിൻസിപ്പൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 യൂണിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1623 ഡിവൈഡഡ് ബൈ ഈ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഒരു എക്സ്ട്രാ 0 ഇട്ട് കൊടുക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ 5 ടൈംസ് 541 വരും. ഇവിടെ നമുക്ക് 2000 വരും. ആൻഡ് 541 നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. സോ റിക്വയർഡ് ആൻസർ ഈസ് 3 × 2000 എത്ര വന്നു? 6000 ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years ഓൺ എ പ്രിൻസിപ്പൽ അറ്റ് ദ റേറ്റ് ഓഫ് 5% per annum is ₹25. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ. അപ്പം 2 വർഷത്തേക്ക് 5% പലിശ നിരക്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രിൻസിപ്പിൾ കാണാനാണ്. അപ്പോൾ ആദ്യം ഞാനൊരു കാര്യം പറയാം. നമുക്കിത് കാണാൻ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അത് ഞാനിവിടെ പറയുന്നില്ല. നമുക്കിവിടെ ട്രീ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ട്രീ മെത്തേഡിലും അല്ലെങ്കിൽ രണ്ടിലും ഗോൾഡൻ റേഷ്യോ മെത്തേഡിലും നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 2 വർഷത്തേക്ക് 5% ആദ്യം എന്ത് ചെയ്യണം? 5% ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ നമുക്കറിയാം 1/20 ആണ്. എന്നിട്ട് ഇവിടെ ഡിനോമിനേറ്റർ 20 ആണ്. 2 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20യുടെ 2 പവർ എടുക്കുമ്പം പ്രിൻസിപ്പിൾ എന്തായിട്ട് അസ്യൂം ചെയ്യാം? 400 ആയിട്ട് അസ്യൂം ചെയ്യാം. ആൻഡ് 2 ഇയേഴ്സിൻ്റെ 2 ബ്രാഞ്ചസ് വരച്ചു. 400 × 1/20 ഇവിടെ 20 വരും, ഇവിടെ ഒരു 20 വരും. 20യുടെ 1/20 ഇവിടെ 1 വരും. ഇനി നിങ്ങൾ ചോദിക്കും, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് ആണ്. അത് എവിടെയെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അല്ലേ? അത് പറയാനും നമുക്കറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ പലിശ, അതായത് I1 അല്ലേ, I1 മാത്രമാണ് നമുക്ക് എല്ലാ വർഷവും കിട്ടുക. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോട്ട് വരുമ്പോഴാണ് I1 എന്ത് കിട്ടും? I1ൻ്റെ പലിശ I2 കിട്ടും, I2ൻ്റെ പലിശ I3 കിട്ടും, അങ്ങനെ കൂടുതൽ കൂട്ടുപലിശ കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ഒരു ബേസിക് ആയിട്ടൊരു ട്രീ ഞാൻ വരയ്ക്കാം. 3 വർഷത്തേക്കുള്ള ട്രീ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്? നമുക്കിവിടെ പ്രിൻസിപ്പിൾ ഉണ്ട്. ആൻഡ് ഫസ്റ്റത്തെ വർഷം I1, സെക്കൻഡത്തെ വർഷം I1 I2, തേർഡ് ഇയറിൽ I1 I2 I3. ഓക്കെ അല്ലേ? അപ്പം ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും ഈ 3 വർഷത്തേക്ക് കിട്ടുന്ന നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്? ഇത് മാത്രമാണ് അല്ലേ? ഈ മുകൾ ഭാഗത്ത് കിട്ടുന്ന I1 മാത്രമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ബാക്കി കിട്ടുന്നതൊക്കെ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. മനസ്സിലായോ? ഇനി നമ്മുടെ ഗോൾഡൻ റേഷ്യോ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒരു റേഷ്യോ എങ്ങനെയാണ്? 1ൻ്റെ നോക്കണം. 1 വർഷത്തേക്ക് രണ്ടും സെയിം ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 ടേം എന്ന് പറഞ്ഞാൽ 2 1, 3ന് 3 3 1, 4ന് 4 6 4 1. അതിൽ അതായത് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് I1 × 2, I1 × 3, I1 × 4 അങ്ങനെയാണ് പോകുന്നത്. അതിൽ ഈ ഒരു I1ൻ്റെ ഭാഗം എന്താണ്? നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിനും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും ഉണ്ട്. ബാക്കിയുള്ള ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, അതാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് മാത്രമായിട്ടുള്ളത്. അപ്പം നമ്മളോട് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് ചോദിച്ചാൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷന്, മനസ്സിലായോ? ആ ഒരു പോർഷൻ നമ്മൾ കണ്ടാൽ മതി. ഇപ്പോൾ ഒരു 2 വർഷത്തേക്കുള്ള കേസിലാണെങ്കിൽ ഈ 1ൻ്റെ വാല്യൂ കണ്ടാൽ മതി നമ്മൾ. മനസ്സിലായോ? 2 വർഷത്തേക്ക് 1, അതായത് ഈ 1 എന്താണ്? 1 × I2 ആണ്. 3 വർഷത്തേക്കാണെങ്കിൽ 3 1 എന്ന് പറഞ്ഞാൽ 3 × I2 + 1 × I3 കാണാം. ഡിഫറൻസ് ആണ്. 4 വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ 6 × I2 + 4 × I3 + 1 × I4.
മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് ഡിഫറൻസ് ഈ ഒരു മെത്തേഡിൽ നോക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഈ താഴെയുള്ള ഈ ഒരു പോർഷനാണ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? ആ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 25 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രിൻസിപ്പിൾ നമ്മൾ എത്ര എടുത്തത്? 400 യൂണിറ്റ്. 400 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 400 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10,000. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PYQ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്യുക. ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.